സ്നേഹം നിറഞ്ഞവരെ, സ്ലിഹാകാലം 4-ാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. സഭാപിതാവായ വിശുദ്ധ ഇരണേവൂസിന്റെ വാക്കുകളിൽ ദിവ്യകാരുണ്യത്തെ പറ്റിയുള്ള ഹൃദയ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷത്തിന്റെ ആദ്യ വാചകം, ഇത് കഠിനമാണെന്ന് പറഞ്ഞ് ഒരു പറ്റം ശിഷ്യന്മാര് ഈശോയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. എന്തായിരുന്നു കഠിനമെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് ഈശോ പറഞ്ഞ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ആധികാരികമായ പ്രബോധനമാണ്. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പഠനങ്ങളും ആധികാരിക പ്രബോധനങ്ങളും കേട്ടതിന് ശേഷം ഒരു പറ്റം മനുഷ്യരിങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ഒരു പക്ഷേ ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് പത്രോസായിരിക്കും. കാരണം പത്രോസായിരുന്നു ആ കൺവെൻഷന്റെ കൺവീനർ തന്നെ. സ്വസ്ത്രകാഴ്ച എഴുന്നതിന് മുമ്പ് തന്നെ ഈ മനുഷ്യരിങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ പത്രോസ് ഒരു പക്ഷെ ഈശോയുടെ അടുക്കൽ ചെന്ന് പരാതിയും പരിഭവവും പറഞ്ഞിട്ടുണ്ടാവും. ഇത്രയൊക്കെ കട്ടിയായിട്ട് പറയേണ്ടതുണ്ടോ വിശുദ്ധ കുർബാനയെ പറ്റി? വളരെ ലളിതമായി മിതമായി ഒരല്പം വെള്ളം കലർത്തി മായം കലർത്തിയൊക്കെ പറഞ്ഞാൽ പോരെ? നമ്മൾ ഓർക്കേണ്ട വസ്തുത, ഒരാടിനെ തിരഞ്ഞ് ഇറങ്ങിയ ഈശോ, കാണാതെ പോയ നാണയം തേടി ഇറങ്ങിയ ഈശോ, ഇറങ്ങിപ്പോയ മനുഷ്യരെ ഒരാളെ പോലും തിരിച്ചു വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിന്റെ കാരണം അടിസ്ഥാന പ്രബോധനങ്ങളിൽ മായം കലർത്താനായിട്ട് ഈശോ ഒരുക്കമല്ല എന്നുള്ളതാണ്. അതായിരുന്നു ഈശോയുടെ ആറ്റിറ്റ്യൂഡ്. അതാണ് ഈശോയുടെ അന്നത്തെ നിലപാടും ഇന്നത്തെ സഭയുടെ നിലപാടും. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.